വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രകടനം നടത്തിയവർക്കെതിരെ ഗോവ സർക്കാർ ഇപ്പോൾ ഒരു ചോദ്യാവലി നൽകിയിട്ടുണ്ടല്ലോ. അതായത് അവിടെ ഈ മറ്റ് തീവ്രവാദികൾ എന്ന് മുദ്രകുത്തപ്പെട്ടവരുടെ മോചനമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പരാമർശമുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് ഈ ചോദ്യാവലിയുടെ ഉള്ളടക്കം? ഇതിൽ പങ്കെടുത്ത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പങ്കെടുത്തവർക്ക് ഈ ചോദ്യാവലി നൽകിയോ? മോത്തി, ജൂലൈ 24-ന് പനാജിയിൽ നടന്ന അതായത് ഡൽഹിയിൽ ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജൂലൈ 24-ന് ഗോവയിലെ പനാജിയിൽ പ്രതിഷേധ സമരം നടത്തിയവരിൽ 2 പേർക്കാണ് ഈ ചോദ്യാവലി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രകടനം നടന്നതിൻ്റെ അതായത് ജൂലൈ 24-ന്റെ തൊട്ടടുത്ത ദിവസം ഗോവയിലെ ആസാദ് മൈതാനിൽ ഒരു ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരു ചടങ്ങ് നടത്തുന്നു. ആ ചടങ്ങിൽ ഒരാൾ ഈ ഉമർ ഖാലിദിനെ, അതായത് ഡൽഹി കലാപ കേസിലെ പ്രതിയായി ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ചിരുന്നു. ആ പ്ലക്കാർഡിനെ ഉയർത്തിപ്പിടിച്ച വ്യക്തി അന്ന് തന്നെ ഗോവ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് തലേ ദിവസം, അതായത് ജൂലൈ 24-ന് ഗോവയിൽ നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തവർക്ക് ഇപ്പോൾ ഈ ഗോവ പോലീസ് ചോദ്യാവലി നൽകിയിരിക്കുന്നു. ഈ ചോദ്യാവലിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഉമർ ഖാലിദിനെ കുറിച്ച് ധാരണയുണ്ടോ? ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചിരുന്നോ? ഇതിനു മുമ്പ് രാജ്യത്ത് മറ്റെവിടെയെങ്കിലും അത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നോ? നിങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ സർക്കാരിനെയോ ഭരണാധികാരികളെയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ ക്കെതിരെയോ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നോ? തുടങ്ങി 200ഓളം ചോദ്യങ്ങളാണ് ഗോവ പോലീസ് നൽകിയിരിക്കുന്ന ഈ ചോദ്യാവലിയിൽ ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വളരെ ഗൗരവമേറിയ വിഷയമാണിത്. കാരണം ഇത്തരത്തിലൊരു ചോദ്യാവലി ഗോവ പോലീസ് എന്തുകൊണ്ട് നൽകി എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതായുണ്ട്. ഗോവ പോലീസിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ആസാദ് മൈതാനിൽ നടന്ന ഈ ചടങ്ങിനെ സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചിരുന്നു. ഗോവയിലെ പനാജിയിലെ ഒരു സംഘടന പരാതി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ ചോദ്യാവലി കൈമാറിയിരിക്കുന്നതെന്നാണ്. ഏതായാലും ഉമർ ഖാലിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഗോവയിൽ നടത്തിയ ഈ പ്രതിഷേധ പരിപാടികൾക്ക് ആരാണ് പണം നൽകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ചോദ്യാവലിയിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. മോത്തി.